രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ മത്സരിക്കണോ അതോ സ്ഥാനാർത്ഥി വ്യക്തമായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി അല്ലാത്ത ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ മത്സരിക്കണോ ഇങ്ങനെയുള്ള ചർച്ചകൾ ഒരു ഞങ്ങൾ എത്തിച്ചേർന്ന തീരുമാനം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പോരാട്ടം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ മതനിരപേക്ഷതയ്ക്കും സാമൂഹ്യനീതിക്കും സമത്വത്തിനും ജനാധിപത്യത്തിനും നേരെ വലിയ കയ്യേറ്റങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭരണകക്ഷിയുടെ ഒരു ഉപകരണമാക്കി മാറ്റുന്ന അപഹാസ്യവും ദയനീയവുമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇത്തരം അപജയങ്ങൾക്കെതിരായിട്ടുള്ള സമരമായി ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മാറ്റാൻ പോകുന്നതെന്ന് പരിശോധിച്ചു. ആ പരിശോധനയിൽ നിന്നാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ പോലെ സ്വന്തം നീതിന്യായങ്ങളിലൂടെ സ്വന്തം നിലപാടുകളിലൂടെ അകറ്റി നിർത്തപ്പെടുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള വിധിന്യായങ്ങൾ കൊണ്ടുവച്ച മതനിരപേക്ഷ മൂല്യങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും വേണ്ടി ഉറച്ച നിലപാടെടുത്തിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ ഒരു ചാഞ്ചാട്ടവുമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി. അപ്പോൾ ഇത് വെറുതെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള രണ്ടുപേർ തമ്മിലുള്ള മത്സരമല്ല, രണ്ട് സാമൂഹ്യ വീക്ഷണങ്ങൾ തമ്മിലുള്ള, രണ്ട് രാഷ്ട്രീയ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറും. ആരുടെ നിർദ്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? പ്രതിപക്ഷ ആളുകളുടെ കൂട്ടായ ചർച്ചയിലൂടെ ഉയർന്നു വന്നതാണ്. ഇത് ഞങ്ങളുടെ പൊതു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ആര് ഈ പേര് പറഞ്ഞു എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് കൗതുകമുള്ള കാര്യമാണെങ്കിൽ അതിന് ഒരു മറുപടി പറയുന്നത് ഞങ്ങൾക്ക് കൗതുകമുള്ള കാര്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ പൊതു സ്ഥാനാർത്ഥി